ഹായ് ഗൈസ്. ഹായ് ഗൈസ്. നിന്റെ അടുത്ത് പറയാൻ പറഞ്ഞില്ലല്ലോ ഡിക്കി. ഹായ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് ഒരു പ്രാങ്ക് ചെയ്യാൻ പോണീന് അമ്മേനെ. എന്താവെന്ന് അറിയില്ല. ചേച്ചി ചെയർ ഇറങ്ങി ചേച്ചിയുടെ കാലുളുക്കി. അങ്ങനെ ഞങ്ങളിപ്പോൾ അമ്മേനെ വിളിച്ച് പറയും. എന്നിട്ട് അമ്മയുടെ എക്സ്പ്രഷനും എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാങ്ക്. അപ്പോൾ അമ്മ ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഇപ്പോൾ വരുന്ന ടൈമാണ്. 40 ആകുമ്പോഴത്തേക്ക് ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ക്യാമറ ഈ കാറിൽ വെച്ചിട്ടുണ്ട്. കാരണം റോഡിൽ നിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ അകത്തൊരെണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഷോക്കേസിൽ ഒരെണ്ണം വെക്കാം അല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ ക്യാമറയൊക്കെ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ എല്ലാം സെറ്റ് ചെയ്യാം. നമ്മളൊരു ക്യാമറ കാറിലാണ് വെച്ചത്. അങ്ങനെ തന്നെ റോഡിലേക്കുള്ള അമ്മ വരുമ്പോൾ ഉള്ള വ്യൂ ഉണ്ടാവും. അപ്പം ഞാനും ചേച്ചിയും കൂടി അമ്മേനെ പ്രാങ്ക് ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷനും തുടങ്ങായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇൻട്രോ വീഡിയോ എടുക്കാൻ കാറിൻ്റെ ഉള്ളിലോട്ട് പോയത്. ആ ടൈം കറക്റ്റായപ്പോൾ തന്നെ അമ്മ കയറി വന്നു. അമ്മ റോട്ടിൽ നിന്ന് തന്നെ ചേച്ചി കണ്ടു. അതേപടി ചേച്ചി ഓടിയതാണ്. കൊച്ചിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ മോനെ പോവാന്ന ഹോസ്പിറ്റലിൽ പോകാം. പിന്നെന്താ എവിടെ എഴുന്നേറ്റ് എന്ത് ചെയ്യൂടി? ഞാൻ അച്ഛനോട് പറയട്ടെന്നാ. ഓട്ടോ വിളിക്കാന്ന്. ഓട്ടോ വിളിക്ക്. സത്യം പറഞ്ഞതേ കണ്ട എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ പോവാ. അപ്പൊ എന്ത് നോക്കി കിടന്നതാണ്? എന്റെ വഴക്ക് പറഞ്ഞല്ല, ഇതെന്ത് നോക്കി കിടന്നതാണ്? അപ്പൊ കണ്ടില്ലേ മോൻ? സത്യമാണെങ്കിൽ ഞാൻ എന്താണെന്ന് പിന്നെ അങ്ങനെയൊക്കെ വന്നില്ല. പ്രശ്നമല്ലേ കൊച്ചി നോക്കാണ്ട് കുറച്ച് ഫ്ലോപ്പായി. ഞാൻ പേടിച്ചു. ഞങ്ങൾക്ക് എന്ത് പറ്റി ഇങ്ങനെ വീണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പേടിച്ചു പോയി. എല്ലാത്തിനും കാരണം ഈ നിക്കിനെ കാറിൽ കയറ്റാൻ കുറേ സമയം എടുത്തോണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പ്രാങ്ക് ചെറുതായിട്ട് ഫ്ലോപ്പായി എന്ന് തോന്നുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അമ്മേനെ അധികം പറ്റിക്കാൻ പറ്റിയില്ല. അമ്മ കൈയോടെ പൊക്കി. വേഗം ചേച്ചി നോക്കിയപ്പോൾ അമ്മ നിങ്ങൾ നടന്നില്ല. അപ്പോൾ തന്നെ ചേച്ചി ഒറ്റ ഓടി. ഞാൻ പറഞ്ഞ എൻ്റെ കാറിൽ നിന്ന് ക്ലിപ്പ് എടുക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞത്. അപ്പോൾ അതോടെ വിശ്വസിച്ച്. അത് കഴിഞ്ഞപ്പോൾ അമ്മ എന്ത് പറ്റിയെന്ന് വെച്ചപ്പോഴേക്കും ഞാൻ വന്ന് ചെറുതായിട്ട് ചിരിച്ച്. അതാണ് എല്ലാത്തിനും കാരണം പോയത്. എന്തായാലും ഫ്ലോപ്പായ ഒരു പ്രാങ്ക് ആയിപ്പോയി. നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് വീണ്ടും കാണാം.